ഹായ്, ഏവർക്കും ബ്ലാക്ക് മീഡിയയുടെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത, ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ ഭവന നിർമ്മാണത്തിനായി ആനുകൂല്യം ലഭിക്കുന്നവർക്ക് വീട് വയ്ക്കുന്നതിന് ആവശ്യമായ സ്ഥലം വാങ്ങുമ്പോൾ അതിൻ്റെ രജിസ്ട്രേഷന് ഇനി ഫീസ് ഇളവുണ്ട്. ഈ ഫീസ് ഒഴിവാക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. ഈ ഒഴിവാക്കൽ നിങ്ങൾക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് ലൈഫ് മിഷൻ ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന രേഖ നിങ്ങളുടെ കയ്യിൽ വേണം. ഈ രേഖകളുമായി നിങ്ങൾ കളക്ടറെ സമീപിച്ചു കഴിഞ്ഞാൽ കളക്ടർ നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തി ഒപ്പിട്ട ഒരു പേപ്പർ നൽകുന്നതായിരിക്കും. ഈ പേപ്പർ നിങ്ങൾ രജിസ്റ്റർ ഓഫീസിൽ സമർപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഈസിയായി നടത്താനും അധിക ചെലവില്ലാതെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനും സാധിക്കുന്നതാണ്. ഇത് കളക്ടർക്ക് മാത്രമല്ല, കളക്ടർ അധികാരപ്പെടുത്തിയ തഹസിൽദാറിൽ കുറയാത്ത റാങ്കുള്ള എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കളക്ടർ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ ബാക്കി വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ വാങ്ങുന്ന ഭൂമിക്ക് അധികമായി ഒടുക്കുന്ന കരം നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതായിരിക്കും. അടുത്ത വാർത്ത, ഇനി വാട്സപ്പിന് വിട പറയേണ്ട സമയമായി. ബിറ്റ് ചാറ്റ് എന്ന നാമത്തോടുകൂടി പുതിയ ഒരു ചാറ്റിംഗ് ആപ്ലിക്കേഷൻ നിലവിൽ വരികയാണ്. ഈ ആപ്ലിക്കേഷൻ ഇൻ്റർനെറ്റ് ഇല്ലാതെ തന്നെ ചാറ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് പുറത്തിറക്കിയിരിക്കുന്നത് ട്വിറ്ററാണ്. ട്വിറ്ററിൻ്റെ നിർമ്മാണത്തിലാണ് ഈ ഒരു ആപ്ലിക്കേഷൻ പുറത്തിറങ്ങുന്നത്. ഈ ആപ്ലിക്കേഷൻ വരുന്നതോടുകൂടി വാട്സപ്പിൻ്റെ പ്രാബല്യം കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിലിപ്പോൾ ഇത് ഐഫോണിൽ മാത്രമാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഇത് എല്ലാ ഫോണുകളിലേക്കും വരുമെന്നാണ് അറിയുന്നത്. അടുത്ത വാർത്ത, PM കിസാൻ വിതരണത്തിനായി തയ്യാറെടുക്കുകയാണ്. 20ാമത്തെ ഗഡുവാണ് നിലവിലിപ്പോൾ വിതരണത്തിനായി തയ്യാറെടുക്കുന്നത്. ഈ വരുന്ന ജൂലൈ 18-ന് വിതരണം ചെയ്യുമെന്നാണ് അറിയിപ്പുകൾ പറയുന്നത്. വലിയ സാമൂഹ്യ മാധ്യമങ്ങൾ പോലും 15-നും 20-നും ഇടയിൽ വിതരണം നടത്തുമെന്നും 18-നാണ് കൂടുതൽ സാധ്യത എന്നും പ്രവചിക്കുന്നുണ്ട്. അടുത്ത വാർത്ത, ജൂലൈ മാസ പെൻഷൻ വിതരണത്തെക്കുറിച്ചുള്ള അറിയിപ്പുകൾ വരികയാണ്. ജൂലൈ മാസത്തെ പെൻഷനും യാതൊരു മുടക്കവുമില്ലാതെ വിതരണം ചെയ്യുമെന്നാണ് KN ബാലഗോപാലൻ അറിയിക്കുന്നത്. ഈ മാസം അവസാന ആഴ്ചയിലായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാവുക. അടുത്ത വാർത്ത, ഇന്നത്തെ സ്വർണ്ണവില 9,140 രൂപയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലത്തെ അപേക്ഷിച്ച് 65 രൂപയുടെ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഒരു പവൻ സ്വർണത്തിന്റെ വില 73,120 രൂപ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 520 രൂപയുടെ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. കൂടുതൽ അറിവുകളുമായി നാളെ വീണ്ടും കാണാം. വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക്